ഇന്ന് ഞാൻ അസൂയയെ പറ്റി 2 വാക്ക് സംസാരിക്കാനാണ് വന്നത്. 2 വാക്കല്ല, അതിൽ കൂടും. ഈ അസൂയ എന്ന് പറയുന്ന ഒരു വികാരം എല്ലാവർക്കും ഉണ്ടാവും, അത് പ്രശ്നമൊന്നല്ല. പക്ഷെ ഈ അസൂയ മൂത്തിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നാൽ അതാണ് പ്രശ്നം. അസൂയക്കും കുശുമ്പിനും വരുന്നില്ലല്ലോ. നിങ്ങളോട് അസൂയുള്ളവര് നിങ്ങളോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് സേച്ച് പറഞ്ഞുതരാം. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ചിലപ്പോൾ. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നിങ്ങളെ അടുത്ത കൂട്ടുകാരോട് ഈ അസൂയുള്ളവര് കൂടുതൽ എടുക്കാൻ നോക്കും. അവർക്കറിയാം നിങ്ങളുടെ അടുത്ത കൂട്ടുകാരോട് അവര് കൂടുതൽ അടുക്കുമ്പം നിങ്ങൾക്കത് കുറച്ച് വിഷമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ അടുപ്പം കാണിക്കും, അവരോട് കൂടുതൽ സംസാരിക്കും, നിങ്ങളുടെ ഇടയിൽ കയറി നിൽക്കും. ഇത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താലും മനസ്സിലാവും. നോർമലായിട്ട് ഒരാൾ അടുക്കാൻ നോക്കുന്നതും അസൂയുള്ളവർ അടുക്കാൻ നോക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അവരുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ അതിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളെയും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും ഇടയിലേക്ക് ഇവർ വന്ന് അവര് കൂടുതൽ കമ്പനി ആയാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വികാരമില്ലേ, അത് തന്നെയാണ് അവർക്ക് വേണ്ടതും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, അവരെല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് തരും. ഞാൻ ഉണ്ട് കൂടെ, എപ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷെ ആവശ്യം വരുമ്പോൾ അവരുടെ പൊടി പോലും കാണില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പം വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടെന്ന് കാണിക്കും. ഞാനാണ് നിന്റെ വീഡിയോ ആദ്യം കാണല്, ഞാനാണ് ലൈക്ക് ചെയ്യല് എന്നൊക്കെ പറയും. പക്ഷെ നോക്കുമ്പോൾ ഒന്ന് ഫോളോ പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ വീഡിയോ ലൈക്ക് ചെയ്യണം, എല്ലാ വീഡിയോയും കാണണം, അതിനുള്ള സമയം ഉണ്ടാവണം എന്നൊന്നുമില്ല. അതൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം, ഞാൻ നിങ്ങളെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് അതുപോലും ചെയ്തിട്ടില്ലെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ കുറച്ചു പേര് കൂടി ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇവരെപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി നിന്ന് സംസാരിച്ചിട്ട് മെയിൻ ആവാൻ നോക്കും. ഇത് അധികം ആൾക്കാരും ചെയ്യുന്നതാണ്. പക്ഷെ ഈ അസൂയുള്ളവർ കുറച്ച് കൂടുതലായിട്ട് ചെയ്യും. അവർക്ക് എപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിച്ചാലേ ഒരു സമാധാനം കിട്ടൂല. എനിക്കൊരു സ്വസ്ഥതയില്ല. അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു സംസാര രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സംഭവം എന്തായാലും മനഃപൂർവ്വമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് കിട്ടും. നാലാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും. അത് അവരുടെ ഫേസ് എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ചിലവർക്ക് ചില സമയത്ത് ഈ ഫേസ് എക്സ്പ്രഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളോടുള്ള ആ ഒരു അസൂയ അവരുടെ മുഖത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് കണ്ടെത്താനുള്ള ഒരു കഴിവ് വേണം. അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ആത്മവിശ്വാസം കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു, നിങ്ങൾ ഇത് ഇവരോട് ഷെയർ ചെയ്തു. അപ്പൊ ഇവര് നിനക്കത് ചെയ്യാൻ പറ്റുമോ, ഉറപ്പാണോ, നിനക്ക് തോന്നുന്നില്ല നിനക്കത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിലൊക്കെ സംസാരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു ഡൗട്ട് തോന്നും, എനിക്കിത് ചെയ്യാൻ പറ്റൂലേന്ന്. നിങ്ങൾക്ക് പറ്റുമെന്ന് അങ്ങ് ചെയ്യാം, എന്തിനു ബാക്കിയുള്ളവരോട് ചോദിക്കാൻ നിൽക്കുന്നു? ചോദിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തെരഞ്ഞെടുത്ത ആൾ എങ്ങനെയെന്നും കൂടെ നോക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ വളർച്ച അവർ പരമാവധി തടയാൻ നോക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഇന്ന ജോലിയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് റിലേറ്റ് ആയിട്ട് എന്തെങ്കിലും അവസരം വന്നിട്ടുണ്ടെങ്കിൽ അവർ മനഃപൂർവ്വം നിങ്ങളോട് പറയാണ്ടിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇവൻ ആ ജോലിക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കും. പിന്നെ തെറ്റായിട്ടുള്ള പല ഉപദേശങ്ങളും തരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ജോലി കിട്ടി. അപ്പൊ നിങ്ങൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇവിടെ ജോലി കിട്ടിയെന്ന്. അപ്പൊ അവര് ഇവിടെയാണോ നിനക്ക് ജോലി കിട്ടിയത്, ഇത് അത്ര നല്ല സെറ്റപ്പ് അല്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കും. ചിലവർ ജെനുവിനായിട്ട് പറയുന്നവരും ഉണ്ടാവും, ശരിക്കും അങ്ങനെ ആയതുകൊണ്ട്. എന്നാൽ അസൂയുള്ളവരും ഇങ്ങനെ പറയും. അടുത്തൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ എടുത്തു കാട്ടിയിട്ട് അത് പെരുപ്പിച്ചിട്ട് വലിയ മിസ്റ്റേക്ക് ആക്കി മാറ്റിയിട്ട് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കും. ഇതും നിങ്ങളെ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടിയിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കല്. പിന്നെ വേറൊരു രീതിയിലുള്ള താഴ്ത്തിക്കെട്ടലുണ്ട്. 200 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയിട്ടില്ലൂ, നിർത്തിക്കോ, അധികം ഒന്നും പോവണ്ട, ഇനി ഒന്നും ആവൂല, കുറെ നാളായില്ലേ തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിജയിച്ചു, അപ്പൊ എല്ലാവരും വന്ന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഒന്നിക്കൽ വിഷയം മാറ്റും, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും. ഇനി ഇതിന്റെ തന്നെ വേറൊരു വെർഷൻ ഉണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കും, എന്നിട്ട് പറയും ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ വേറൊരാള് ഹെൽപ്പ് ചെയ്തുകൊണ്ട് കിട്ടിയതാണെന്നുള്ള രീതിയിൽ പറയും. അതായത് അതിൽ നിന്റെ കഷ്ടപ്പാടൊന്നും ഇല്ലാന്ന്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അസൂയ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അമിതമായാൽ അസൂയയും വിഷം.